നിന്ന് കാണുന്നത് പോലെ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ മതിൽ പൊളിച്ച് അവരകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. മാത്രമല്ല ഈ കെട്ടിട കൂട്ടങ്ങൾക്ക് അകത്തേക്ക് കടന്നാൽ മാത്രമേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഫയർഫോഴ്സ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാഹുൽ സുരേഷ്, കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നേരെ എതിർദിശയിൽ കാണുന്ന പുകച്ചുരുകൾക്ക് അപ്പുറം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? SKN രക്ഷാപ്രവർത്തനം 4-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ആ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതിന് കാരണമായി 2 JCBകൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതിലൊന്ന് ഈ മെഡിക്കൽ ഷോപ്പിന്റെ 2-ാം നില പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. മറുഭാഗത്ത് ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരകൾ തകർത്തുകൊണ്ട് അതിന്റെ അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. ഏതാണ്ട് 4 മണിക്കൂർ പിന്നിടുമ്പോഴും അതിന്റെ അകത്ത് വലിയ രീതിയിൽ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പറയാനുള്ളത് ഈ മേൽക്കൂരകൾ തകർത്തുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. അത് ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ ഈ തീ അണയ്ക്കാൻ അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിൽ ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 JCBകൾ നിലവിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം മെഡിക്കൽ ഷോപ്പിന്റെ 2-ാം നിലയിലെ ചില്ല് തകർത്തിരുന്നു. ആ ഭാഗത്ത് വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ആ ചില്ല് തകർത്ത ശേഷം വെള്ളം അകത്തേക്ക് ഇടത് ഭാഗത്തു നിന്നും പമ്പ് ചെയ്യുന്നതാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്താണ്, അതായത് കെട്ടിടത്തിന്റെ വലതുഭാഗത്താണ് JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മേൽക്കൂരകൾ തകർക്കുന്നത്. ഇത് തകര ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മേൽക്കൂരകൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് പലതവണ തകർക്കാൻ ശ്രമിച്ചെങ്കിലും, വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അസ്ഥാനത്തായി പോകുകയായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ വന്നതോടെയാണ് ഇപ്പോൾ JCBകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേൽക്കൂരകൾ തകർക്കുന്നത്. അതിനുശേഷം ആ ഗ്യാപ്പിലൂടെ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്യാനാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉള്ളത്. രാഹുൽ സുരേഷ്, ഇപ്പോൾ ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ്, യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ബിൽഡിംഗ് അവിടെയാണോ ഈ മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ബോർഡൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ തീ നിയന്ത്രണ വിധേയമായ രീതിയിലുള്ള ദൃശ്യങ്ങളാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ SKN, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തീ പുറത്തേക്ക് വരുന്നത്, അതായത് പുറത്തേക്ക് വലിയ രീതിയിൽ പടർന്നിരുന്ന തീ നിയന്ത്രണ വിധേയമായി എന്നുള്ള കാര്യമാണ്. എന്നാൽ അകത്തുള്ള തീ അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അകത്തേക്ക് നിലവിൽ ഇപ്പോൾ ഈ ഫയർ ഉദ്യോഗസ്ഥർക്ക് കഴിയാനുള്ള ഒരു നിർവാഹവുമില്ല. കാരണം പലതവണ അവരതിനുള്ള ശ്രമം നടത്തിയതാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ 2 JCB കൊണ്ടുവന്ന അതിൻ്റെ മുകളിലുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ മുകളിലുള്ള തകര ഷീറ്റുകളാണ്. ആ തകര ഷീറ്റുകൾ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധ്യത ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ ആ നേരത്തെ രാഹുലും അതുപോലെ തന്നെ ദീപക് ധർമ്മടവും സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മെഡിക്കൽ ഷോപ്പിന്റെ അവിടെയുള്ള ഷട്ടർ, അതുപോലെ തന്നെ അതിന്റെ മേൽക്കൂര ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ എഞ്ചിൻ ഉപയോഗിച്ച് JCB ഉപയോഗിച്ച് അത് അവിടെ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിനുള്ളിലുള്ളത്, മെഡിക്കൽ ഷോപ്പിനകത്തുള്ളത് മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ ആസിഡും മറ്റ് പലതരത്തിലുള്ള സാധനങ്ങളും ഉണ്ടാകും. അപ്പം അത് ഒരുപക്ഷെ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമായേക്കാം എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം മെഡിക്കൽ ഷോപ്പിനകത്തേക്ക് തീ ആളിപ്പടരുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ഇപ്പോൾ തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുന്നത്. ആ ഭാഗത്ത് മാത്രം, അതായത് മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്ത് മാത്രമായിട്ട് 2 ഫയർ എഞ്ചിനുകൾ നിന്നുകൊണ്ട് JCBയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ അവിടേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തീപിടുത്തം ഉണ്ടായതിന്റെ വലതുവശത്തും ഇപ്പോൾ JCB ഉപയോഗിച്ച് അതിന് മുകളിലുള്ള ഈ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ ഈ തകര ഷീറ്റുകൾ മാറ്റാനുള്ള നടപടികളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം 6ഓളം ഫയർ യൂണിറ്റുകൾ ഇവിടെ തന്നെയുണ്ട്. യഥേഷ്ടം ഇത്തരത്തിൽ വെള്ളം തീരുന്ന ഘട്ടത്തിൽ ഈ വെള്ളം വന്ന് നിറയ്ക്കുകയും പിന്നീട് ഇത്തരത്തിൽ വെള്ളം പമ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ JCB ഉപയോഗിച്ച് ഇതിന് അകത്തേക്ക് ഏത് തരത്തിൽ വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ പുറത്തേക്ക് തീ വരുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന തീ നിയന്ത്രണ വിധേയമല്ല അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിഗതി ഇപ്പോൾ ഇല്ല. കാരണം തീ ഇപ്പോൾ ഈ കെട്ടിടത്തിനകത്ത് മാത്രമാണുള്ളത്. പുറത്തേക്ക് ഇപ്പോൾ തീ വരുന്നില്ല. ആ കെട്ടിടത്തിനകത്തുള്ള തീ പൂർണ്ണമായിട്ടും അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഗോപികൃഷ്ണൻ, നമുക്കറിയുന്ന പോലെ ഒരുപാട് പഴക്കമുള്ള കെട്ടിട സമുച്ചയമാണത്. പലപ്പോഴും ടിൻ ഷീറ്റുകളും പല ടൈപ്പ് ഷീറ്റുകളും ഒക്കെ തന്നെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും മോശമായത് എന്ന് മനസ്സിലാക്കുന്നത്.